ഒന്നിനു പുറകെ ഒന്നായ രാമായണ കഥകൾ. അഗസ്ത്യ ശാപം മുതൽ അഹല്യ മോക്ഷം വരെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാമായണ യാത്രയുടെ ഈ ഭാഗം ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിമനോഹരമായ ഒരു കഥാമാലികയാണ്. ഇതിൽ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. താടകയുടെ ഉഗ്രരൂപം, അവൾക്ക് ലഭിച്ച അഗസ്ത്യമുനിയുടെ ശാപം, മക്കളായ സുബാഹുവിൻ്റെയും മാരീചിൻ്റെയും അഹങ്കാരം, മാരീചിൻ്റെ പിന്നീടുള്ള മാറ്റം, അങ്ങനെ ഒരു കഥ മറ്റൊരു കഥയിലേക്ക് നമ്മെ വഴി നടത്തുന്നു. എല്ലാ രാമഭക്തന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാമകഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് സിദ്ധാശ്രമത്തിൽ വെച്ച് നടന്ന മാരീച സുബാഹു നിഗ്രഹം. ഗംഗാനദിയുടെ തീരത്ത് പച്ച പുതപ്പണിഞ്ഞ മനോഹരിയായ സിദ്ധാശ്രമം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സൗമ്യമായ ശബ്ദങ്ങളാൽ മുഖരിതമായിരുന്നു. പണ്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്റെ വാമനാവതാര കാലത്ത് തപസ്സനുഷ്ഠിച്ച ഇടമാണിത്. ഭാരതത്തിലെ ഇന്നത്തെ ബീഹാറിലെ ബക്സർ എന്ന സ്ഥലത്താണ് ഈ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത്. ആശ്രമത്തിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ രാമനും ലക്ഷ്മണനും അവിടുത്തെ വിശുദ്ധി അനുഭവിച്ചറിഞ്ഞു. വായുവിൽ യാഗാഗ്നിയുടെ ഗന്ധവും മഹർഷിമാരുടെ വേദമന്ത്രങ്ങളും അലയടിക്കുന്നുണ്ടായിരുന്നു. കാട്ടുചെടികളിൽ വിരിഞ്ഞ പൂക്കളും തുള്ളിക്കളിക്കുന്ന മാനുകളും അവരെ അവിടേക്ക് സ്വാഗതം ചെയ്തു. ഇതിനെ തപോവനം എന്ന് വിളിച്ചിരുന്നു. ഏത് കാര്യവും സിദ്ധിക്കുന്ന, അതായത് പൂർത്തിയാക്കി കിട്ടുന്ന ഇടമായതിനാലാണ് ഇതിനെ സിദ്ധാശ്രമം എന്ന് വിളിച്ചത്. സിദ്ധാശ്രമം രാമകഥയിലെ പുണ്യഭൂമിയാണ്. ബക്സറിൽ ഗംഗാതീരത്തുള്ള രാമരേഖ ഘട്ടിൽ വെച്ചാണ് രാമനും ലക്ഷ്മണനും ഗംഗാ സ്നാനം നടത്തിയതെന്നും ഇവിടെ വസിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്നും ഇവിടെ രാമലക്ഷ്മണന്മാരുടെ പാദമുദ്രകൾ കാണാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഭാരതത്തിന്റെ ഓരോ മണൽത്തരിയിലും ശ്രീരാമചന്ദ്രന്റെ സാന്നിധ്യമുണ്ടെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ബീഹാറിലെ ബക്സറിൽ അന്ന് ഉയർന്നു കേട്ട എല്ലാ വില്ലൊച്ചകളും ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയായി മുഴങ്ങുന്നുണ്ടെങ്കിൽ ആ പുണ്യഭൂമിയെ വന്ദിച്ചുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് രാമനാമം ജപിക്കാം. വിശ്വാമിത്രൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ആ പുണ്യസ്ഥലം കാട്ടിക്കൊടുത്തു. അവിടെ വെച്ചാണ് അദ്ദേഹം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യകൾ പകർന്നു നൽകിയത്. അധ്യാത്മജ്ഞാനം. മഹർഷിമാർ ചൊല്ലുന്ന വേദങ്ങൾ കേട്ട് രാമനും ലക്ഷ്മണനും ജ്ഞാനത്തിന്റെ പുതിയ ലോകം കണ്ടെത്തി. ആത്മവീര്യം. കൊട്ടാരത്തിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ധരിച്ച് ദർഭപ്പുല്ലിൽ കിടന്നുറങ്ങുന്ന ആ ജീവിതത്തെ വളരെ ലളിതവും ദൃഢചിത്തരവുമാക്കി മാറ്റി. ഒട്ടും വൈകാതെ തന്നെ വിശ്വാമിത്രൻ തന്റെ യാഗം ആരംഭിച്ചു. രാമനും ലക്ഷ്മണനും വില്ലുകുലച്ച് കാവൽ നിന്നു. രാജകൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളിലും വളർന്ന ആ രാജകുമാരന്മാർ സിദ്ധാശ്രമത്തിൽ ഒരു ബ്രഹ്മചാരിയെ പോലെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. കൊട്ടാരത്തിൽ സേവകരാൽ ചുറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന അവർ ആശ്രമത്തിൽ മഹർഷിമാരെ സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. യാഗത്തിനുള്ള വിറക് ശേഖരിക്കുക, ദർഭപ്പുല്ലൊരുക്കുക, പൂജയ്ക്ക് പൂക്കൾ പറിക്കുക തുടങ്ങിയ ജോലികൾ അവർ ഭക്തിയോട് ചെയ്തു തീർത്തു. മഹർഷിമാർ ചൊല്ലുന്ന വേദങ്ങൾ കേട്ട് അവർ ജ്ഞാനത്തിന്റെ പുതിയ ലോകം കണ്ടെത്തി. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് വിശ്വാമിത്ര മഹർഷി അവർക്ക് ഗംഗാനദിയുടെ ഉദ്ഭവം, തൻ്റെ തന്നെ പൂർവികരുടെ കഥകൾ, പ്രപഞ്ച രഹസ്യങ്ങൾ എന്നിവ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മരവുരി ധരിച്ച് കുശപ്പുല്ല് വിരിച്ച് നിലത്തുറങ്ങുന്ന ആ ജീവിതം അവരെ വീണ്ടും ദൃഢചിത്തരാക്കി മാറ്റി. രാമന്റെ അച്ചടക്കത്തിലും ധീരതയിലും സന്തുഷ്ടനായ വിശ്വാമിത്രൻ തൻ്റെ പക്കലുണ്ടായിരുന്ന അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ, അതായത് ദണ്ഡചക്രം, ധർമ്മചക്രം, ഐന്ദ്രാസ്ത്രം, പാശുപതാസ്ത്രം, വായവ്യാസ്ത്രം, അഗ്നേയാസ്ത്രം തുടങ്ങിയ അസ്ത്രങ്ങളെല്ലാം അവർക്ക് നൽകി. ഈ അസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കാനും
തിരിച്ചു വിളിക്കാനും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് രാമനെ ചോദിച്ചു വാങ്ങാൻ കാരണം പ്രധാനമായും 2 രാക്ഷസന്മാരാണല്ലോ. അവർ വെറും രാക്ഷസന്മാരല്ല, മറിച്ച് മായകൾ പ്രയോഗിക്കാൻ കഴിവുള്ള ക്രൂരന്മാരായിരുന്നു. മാരീചനും സുബാഹുവും താടകയുടെ മക്കളാണ്. ഇവർക്ക് യാഗങ്ങളോടും പുണ്യകർമ്മങ്ങളോടും കടുത്ത വിരോധമായിരുന്നു. മുനിമാർ യാഗം തുടങ്ങുമ്പോൾ ആകാശത്ത് നിന്ന് അശുദ്ധ വസ്തുക്കൾ വർഷിച്ച് അവർ അത് മുടക്കുവാൻ ശ്രമിക്കുമായിരുന്നു. മാരീചൻ അതിബുദ്ധിമാനായ ഒരു രാക്ഷസനായിരുന്നു. രാമന്റെ ശക്തിയെക്കുറിച്ച് ആദ്യം അറിയുന്നത് ഇദ്ദേഹമാണ്. സുബാഹു, മാരീചന്റെ സഹോദരൻ, അതിശക്തനും ഒട്ടും കരുണയില്ലാത്തവനുമായിരുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ യാഗശാലയ്ക്ക് ഭീഷണി ഉയർത്തിയ ആ രാക്ഷസ കൂട്ടത്തിന്റെ നായിക മറ്റാരുമായിരുന്നില്ല, മാരീചന്റെയും സുബാഹുവിന്റെയും അമ്മയായ സാക്ഷാൽ താടകയായിരുന്നു. താടക ആ കാട്ടിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു. 1000 ആനകളുടെ കരുത്തുള്ള ഇവൾ അഗസ്ത്യമുനിയുടെ ശാപത്താൽ രാക്ഷസിയായി മാറിയവളാണ്. വനത്തിലൂടെ പോകുന്ന മുനിമാരെയും യാത്രക്കാരെയും വധിച്ചു തിന്നുകയായിരുന്നു ഇവളുടെ വിനോദം. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം രാമലക്ഷ്മണന്മാർ താമസിച്ച ആ സിദ്ധാശ്രമം, ആ രംഗം ഒന്ന് ഭാവനയിൽ കാണാം. പുണ്യമായ സിദ്ധാശ്രമത്തിന്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് വായുവിൽ അശുദ്ധിയും ഭയവും പടർത്തിക്കൊണ്ട് ആ 2 നിഴലുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മയായ താടകയെ പോലെ തന്നെ ക്രൂരതയിലും മായാവിദ്യയിലും അഗ്രഗണ്യരായിരുന്നു മക്കളായ മാരീചനും സുബാഹുവും. അധർമ്മത്തിന്റെ പാതയിൽ അവർ അമ്മയുടെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. 10 ഗുണം 10 ഗുണം എന്നല്ലേ പറയാറ്. അധർമ്മം എത്ര ശക്തമാണെങ്കിലും ധർമ്മത്തിന് മുന്നിൽ അത് വഴിമാറുമെന്ന പാഠമാണ് താടകയുടെ കഥ നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത്. സൗന്ദര്യത്തിൽ നിന്ന് ഭീകരതയിലേക്ക് താടകയുടെ പരിണാമം വളരെ നാടകീയമായിരുന്നു. അതീവ സുന്ദരിയായിരുന്ന താടക ഒരു രാക്ഷസിയായി മാറിയത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെയായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. സുകേതു എന്ന യക്ഷരാജാവ് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം തീർക്കാൻ ബ്രഹ്മാവിനോട് തപസ് നൽകി നേടിയെടുത്ത വരമായിരുന്നു താടക. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ. എന്നാൽ അവളുടെ സൗന്ദര്യത്തെക്കാൾ വലിയ അത്ഭുതം അവൾക്ക് ലഭിച്ച കരുത്തായിരുന്നു. 1000 ആനകളുടെ കരുത്താണ് ബ്രഹ്മാവ് അവൾക്ക് നൽകിയത്. 1000 ആനകളുടെ കരുത്തുള്ള അവൾ വനത്തിലൂടെ പോകുന്ന മുനിമാരെയും യാത്രക്കാരെയും വധിച്ചു തിന്നാൻ തുടങ്ങി. അവൾ വസിച്ചിരുന്ന പ്രദേശം ഭയം വിതയ്ക്കുന്ന താടകവനം എന്നറിയപ്പെട്ടു. പുണ്യപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേൽക്കുന്നത് വരെ ആ വനം ആ ഭീകരതയിൽ തന്നെ അമർന്നു കിടന്നിരുന്നു. യക്ഷകന്യകയായ താടക സുന്ദൻ എന്ന അസുരനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്ക് മാരീചൻ, സുബാഹു എന്നിങ്ങനെ കരുത്തരായ 2 മക്കളും ജനിച്ചു. ഒരിക്കൽ താടകയുടെ ഭർത്താവായ സുന്ദൻ തന്റെ കരുത്തിൽ അഹങ്കരിച്ച് അഗസ്ത്യ മഹർഷിയെ ആക്രമിച്ചു. തന്റെ തപോശക്തിയാൽ മഹർഷി സുന്ദനെ ഭസ്മമാക്കി കളഞ്ഞു. ഭർത്താവിന്റെ മരണം താടകയെ ക്രോധത്തിന്റെ മുറിയിലെത്തിച്ചു. അവൾ തന്റെ മക്കളോടൊപ്പം അഗസ്ത്യമുനിയെ വധിക്കാനായി പാഞ്ഞെടുത്തു. മഹർഷിയെ വധിക്കാൻ ഭീകരമായി അലറിക്കൊണ്ടുവന്ന താടകയെ കണ്ട് മഹർഷി ശപിച്ചു. സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുകയും അത് അധർമ്മത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്ന നിന്റെ രൂപം വിരൂപമാകട്ടെ എന്നായിരുന്നു ശാപം. നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ പ്രപഞ്ചഗതിയെ തന്നെ മാറ്റിമറിച്ച് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ അവിടെ സംഭവിച്ചു. അവളുടെ പട്ടുപോലുള്ള ചർമ്മം കറുത്തിരുണ്ടു. സുന്ദരമായ കണ്ണുകളിൽ രക്തവർണം പടർന്നു. മന്ദഹാസം വിരിഞ്ഞിരുന്ന ചുണ്ടുകൾക്ക് പകരം കൂർത്ത പല്ലുകൾ പുറത്തേക്ക് തള്ളി. 1000 ആനകളുടെ കരുത്ത് നിലനിന്നെങ്കിലും സൗന്ദര്യത്തിന് പകരം അവളിൽ ഭീകരത നിറഞ്ഞു. രൂപം മാറിയതോടെ താടകയുടെ സ്വഭാവം പൂർണ്ണമായും മാറി. അവൾ കാട്ടിലെ മുനിമാരെയും യാത്രക്കാരെയും ഉപദ്രവിക്കുന്ന നരഭോജിയായി. പിന്നീട് ശ്രീരാമന്റെ ദിവ്യാസ്ത്രമേറ്റാണ് അവൾക്ക് ആ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചത്. ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് രാമൻ താടകയ്ക്ക് നേരെ തന്റെ ആ ദിവ്യാസ്ത്രം തൊടുത്തു. അസ്ത്രം അവളുടെ ഹൃദയത്തിൽ തറച്ച നിമിഷം ഭയങ്കരമായ ഒരു അലർച്ചയോടെ ഭീകരരൂപിയായ പർവ്വതം പോലെ
അവൾ നിലം പതിച്ചു. ആ മരണ നിമിഷത്തിൽ അവളുടെ ഉള്ളിലെ തമോ ഗുണം നശിക്കുകയും അവൾക്ക് ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. സിദ്ധാശ്രമത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് രാമൻ താടകയെ വധിക്കുന്നത്. ശ്രീകൃഷ്ണൻ പൂതനയ്ക്ക് മോക്ഷം നൽകിയതുപോലെ ശ്രീരാമൻ താടകയെ വധിക്കുകയല്ല, മറിച്ച് അവളുടെ ഉള്ളിലെ തമോ ഗുണത്തെ ഇല്ലാതാക്കി ആ ജീവനെ ശുദ്ധീകരിക്കുകയായിരുന്നു. സൗന്ദര്യവും കരുത്തും വിവേകത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വിനാശത്തിന് കാരണമാകുമെന്ന വലിയൊരു പാഠം താടകയുടെ ഈ കഥ നമുക്ക് നൽകുന്നു. ആശ്രമത്തിലെത്തിയ ഉടനെ വിശ്വാമിത്രൻ തന്റെ യാഗം ആരംഭിച്ചു. രാമനും ലക്ഷ്മണനും കയ്യിൽ വില്ലുമേന്തി രാവും പകലും ഉറക്കമിളച്ച് കാവൽ നിന്നു. യാഗത്തിന്റെ അവസാനത്തെ ദിവസം ആകാശം പെട്ടെന്ന് കറുത്തിരുണ്ടു. മായകൾ പ്രയോഗിക്കാൻ കഴിവുള്ള മാരീചനും സുബാഹുവും ആക്രമണം തുടങ്ങി. രാമൻ മാനവാസ്ത്രം തൊടുത്തു. അത് മാരീചന്റെ നെഞ്ചിൽ തറച്ചു. പക്ഷെ അവൻ മരിച്ചില്ല. പകരം 100 യോജനം ദൂരെയുള്ള സമുദ്രത്തിലേക്ക് തെറിച്ചു വീണു. രാമൻ തൊടുത്ത ആഗ്നേയാസ്ത്രം സുബാഹുവിന്റെ നെഞ്ചിൽ തറയ്ക്കുകയും അവൻ ഭസ്മമായി മാറുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന രാക്ഷസ പടയെ ലക്ഷ്മണൻ വായവ്യാസ്ത്രം ഉപയോഗിച്ച് തൂത്തെറിഞ്ഞു. ഈ വിജയത്തോടെ യാഗം തടസ്സമില്ലാതെ പൂർത്തിയായി. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ കീർത്തി ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇവിടെ നിന്നാണ്. പിന്നീട് മാരീചന്റെ ജീവിതം. രാമന്റെ അസ്ത്രമേറ്റ് കടലിൽ തെറിച്ചു വീണ മാരീചൻ പിന്നീട് ഒരു സന്യാസിയെ പോലെ കാട്ടിൽ കഴിയുകയായിരുന്നു. എന്നാൽ ലങ്കാരാജാവായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ മാരീചന്റെ സഹായം തേടിയെത്തുന്നു. രാമനെ ഭയന്ന മാരീചൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും രാവണൻ വല്ലാതെ ഭീഷണിപ്പെടുത്തിയപ്പോൾ രാവണന്റെ കയ്യാൽ മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമന്റെ കയ്യാൽ മരിക്കുന്നതാണെന്ന് കരുതി അവൻ സമ്മതിച്ചു. സ്വർണമാനായി വേഷം മാറി വന്ന മാരീചനെ വധിച്ചപ്പോഴാണ് അവർ രാമന്റെ ശബ്ദത്തിൽ വിളിച്ചതും സീതാപഹരണത്തിന് വഴിയൊരുക്കിയതും. ബക്സറിനെ പണ്ട് തപോവനം എന്ന് വിളിച്ചിരുന്നു. ഇന്നും അവിടെ രാമകഥയെ ഓർമ്മിപ്പിക്കുന്ന അടയാളങ്ങളുണ്ടത്രേ. ഗംഗാതീരത്തുള്ള രാമരേഖാഘട്ടിൽ രാമലക്ഷ്മണന്മാരുടെ പാദമുദ്രകൾ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അന്ന് അവിടെ ഉയർന്ന ആ വില്ലുച്ച ഇന്നും ഭക്തരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നു. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് ശേഷം അവർ മിഥിലയിലേക്ക് തിരിച്ചു. ഈ യാത്രക്കിടയിലാണ് കല്ലായി കിടന്നിരുന്ന അഹല്യയ്ക്ക് രാമൻ മോക്ഷം നൽകുന്നത്. താടകയെയും മക്കളെയും അധർമ്മത്തിന്റെ പാതയിൽ നിന്ന് മോചിപ്പിച്ച ശ്രീരാമൻ തന്റെ പാദസ്പർശത്താൽ ഒരു ശിലയെ സ്ത്രീരൂപമാക്കി മാറ്റിയ അത്ഭുത നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ രാമായണ യാത്ര തുടരുകയാണ്. ഈ പുണ്യ കഥ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നെ അനുഗ്രഹിക്കട്ടെ. താപത്രയങ്ങളില്ലാതെ ശാന്തമായ മനസ്സോടെ ഇത് കേട്ടിരിക്കാൻ ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്താം. ഭഗവാൻ ശ്രീരാമൻ തൻ്റെ ബാല്യകാലത്ത് ലോക നന്മയ്ക്കായി സിദ്ധാശ്രമത്തിൽ നയിച്ച ഈ ത്യാഗപൂർണമായ ജീവിതം നിങ്ങളുടെ മനസ്സിൽ ഭക്തിയും സമാധാനവും നിറയ്ക്കുന്നുണ്ടെങ്കിൽ ആ പുണ്യനാമം നമുക്കൊന്ന് ഉറക്കെ സ്മരിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ സർവവും അർപ്പിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം എന്ന് കുറിക്കാം.